ലോകത്തിലെ എല്ലാ കടലാസുകളും സമുദ്രജലം മഷിയാക്കി ഉപയോഗിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒരാൾക്കും പൂർണ്ണമായി വിവരിച്ച് എഴുതുവാനും രേഖപ്പെടുത്തുവാനും കഴിയുകയില്ല. ദൈവസ്നേഹത്തിൻ്റെ നുറുങ്ങുകൾ ചില വാക്കുകളിലൂടെ പറയുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ ചില അടയാളങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ പങ്കിടുവാനേ കഴിയുകയുള്ളൂ. സ്നേഹം സ്വാർത്ഥതയില്ലായ്മയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥ പറയാം. ഇതൊരു ജാപ്പനീസ് കഥയാണ്. ജപ്പാൻ്റെ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആചാര രീതി എന്നോണമാണ് ഈ കഥ ആവിഷ്കരിച്ചിരിക്കുന്നത്. വൃദ്ധരായ മാതാപിതാക്കൾക്ക് ശാന്തമായി ജീവിച്ച് മരിക്കുന്നതിനായി അവരെ ഒരു കാട്ടിനുള്ളിൽ താമസിപ്പിക്കണം. മുതിർന്ന മകനായിരിക്കും മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വഴികാട്ടിയായി അവരെ കാട്ടിനുള്ളിലേക്ക് നയിക്കേണ്ടത്. ഒരിക്കൽ തൻ്റെ വൃദ്ധയായ മാതാവിനെ കാട്ടിനുള്ളിലേക്ക് നയിക്കുവാൻ അവരുടെ മൂത്ത മകനെ നിയോഗിക്കുന്നു. മകൻ അമ്മയുമായി വനാന്തരത്തിലേക്ക് യാത്രയായി. കാട്ടിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ വൃദ്ധയായ മാതാവ് ഇരുവശങ്ങളിലുമുള്ള ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ചില്ലകൾ ഒടിച്ചൊടിച്ച് പോകുന്നത് മകൻ കണ്ടു. അയാൾ സങ്കടത്തോടെ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് വലിയ സങ്കടമുണ്ടല്ലോ, എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. അമ്മ പറഞ്ഞ മറുപടി, ഐ ആം ഡൂയിങ് ഇറ്റ് സോ ബിക്കോസ് യു മേ ഫൈൻഡ് യുവർ വേ ബാക്ക് ഹോം ഈസിലി. ഈ വൃക്ഷച്ചില്ലകൾ ഒടിക്കുന്നത് നീ മടങ്ങിപ്പോകുമ്പോൾ വഴി തെറ്റാതെ പോകുന്നതിനാണ്. ഇവ നിനക്ക് അടയാളങ്ങളായിരിക്കും. നിനക്ക് വഴി തെറ്റാതെ വീട്ടിൽ എത്തിച്ചേരുവാൻ കഴിയും. ദിസ് ഈസ് എ ക്ലിയർ പിക്ചർ ഓഫ് ഹർ അൺസെൽഫിഷ് ലവ്. നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ചിത്രമാണ് ഈ അമ്മ പങ്കിടുന്നത്. ഈവൻ ഇൻ ദാറ്റ് ഹാർട്ട് റെൻഡിങ് സിറ്റുവേഷൻ ഓഫ് അബാൻഡൻമെൻറ്റ്, ഷീ വാസ് തിങ്കിങ് ഓഫ് ഹർ സൺസ് സേഫ്റ്റി. ഷീ വാസ് തിങ്കിങ് ഓഫ് ഹർ സൺസ് സേഫ്റ്റി. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് വിട്ടു നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. പുത്രനെ ലോകത്തിന് പൂർണ്ണമായി തൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിനായി വിട്ടുകൊടുത്തുകൊണ്ട് നമ്മെ സ്നേഹിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ഗോഡ്സ് അൺസെൽഫിഷ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. ഇത് ദൈവത്തിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ക്രിസ്തുമസ് ദൈവത്തിൻ്റെ നിസ്വാർത്ഥ സ്നേഹത്തിൽ വിശ്വസിക്കുക എന്ന ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. ക്രിസ്മസ് ഈസ് എൻ ഇൻവിറ്റേഷൻ ഫോർ അസ് ടു ബിലീവ് ഇൻ ഗോഡ്സ് അൺസെൽഫിഷ് ലവ്. ദൈവം നമ്മുടെ അടുക്കലേക്ക് വന്നു എന്നാൽ ഒരു VIP തൻ്റെ ലക്ഷറിയിൽ നിന്നും അല്പസമയത്തേക്ക് ഒരു കുടിലിൽ വന്നിരിക്കുന്നത് പോലെയോ അവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അനുഭവത്തിൽ സമയം ചെലവഴിക്കുന്നതിലൂടെയോ ഉള്ള അർത്ഥമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ VIP സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ഹിസ് ലക്ഷറി ആൻഡ് ഹാവ് ലഞ്ച് ഇൻ എ പോപ്പേഴ്സ് ഹട്ട്. ഇറ്റ് ഈസ് റാദർ എ ബിക്കമിങ്, എ പ്രോസസ് ഓഫ് ബിക്കമിങ്. ദൈവം മനുഷ്യനായി മാറുന്ന അവസ്ഥയാണിത്. നമ്മുടെ നിന്ദ്യമായ അവസ്ഥയെ ഏറ്റെടുത്ത് നമ്മോടൊപ്പം വസിക്കുന്ന സ്വർഗീയ അനുഭവം അവൻ നമുക്ക് പങ്കിട്ട് തരികയായിരുന്നു. ഫിലിപ്പിയ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, വചനം ജഡം ആയി കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. ബിക്കമിങ് ആൻഡ് അബൈഡിങ്, ആയിത്തീരുക, വസിക്കുക എന്ന രണ്ട് തത്വങ്ങൾ വിശുദ്ധ യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇവിടെ മനുഷ്യാവതാരത്തിൽ നാം കാണുന്നത്. ഇന്ന് ക്രിസ്തുമസ് എന്നത് മിക്കപ്പോഴും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 4 Cകളിൽ ഒതുങ്ങിപ്പോകുന്നു എന്ന് പറയാറുണ്ട്. ഏതൊക്കെയാണ് ആ 4 Cകൾ? The 4 C's are
കാർഡ്സ്, കാരൽസ്, കേക്ക്സ് ആൻഡ് ക്രിപ്സ്. കാർഡ്സ്, കാരൽസ്, കേക്ക്സ് ആൻഡ് ക്രിപ്സ്. എന്നാൽ ഒരു ബിഗ് സിയെ നാം നമ്മോട് കൂടെ കൂട്ടണം. ദാറ്റ് സി റെഫേഴ്സ് ടു ക്രൈസ്റ്റ്. ക്രൈസ്റ്റിനെ നമ്മോടുകൂടെ ഇരിക്കുവാൻ നാം നമ്മെ ഒരുക്കുന്നതിന് ഈ ക്രിസ്തുമസ് മുഖാന്തരമായി തീരണം. ദൈവം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുക്കുവാൻ തയ്യാറായി വന്ന ക്രൈസ്റ്റ് ഇവൻ്റ് ആണ് ക്രിസ്തുമസ് എന്നത്. ഗോഡ് ലവ്സ് us with a crazy, passionate love. A love that moves him to come down and be one among us in our smallness and our need. നമ്മെ സ്നേഹിക്കുവാൻ സ്വർഗോന്നതി വിട്ട് താണിറങ്ങി വന്ന ഈ ദൈവത്തെ നാം യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മോട് ചോദിക്കാം. ഖലീൽ ജിബ്രാൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: സ്നേഹം ചേർക്കാതെ ചുട്ടെടുക്കുന്ന അപ്പം കയ്പ് നിറഞ്ഞ അപ്പമായിരിക്കും. സ്നേഹം ചേർക്കാതെ ചുട്ടെടുക്കുന്ന അപ്പം കയ്പ് നിറഞ്ഞ അപ്പം ആയിരിക്കും. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നത് വിദൂരതയിൽ മുഴങ്ങിയ ഒരു ശബ്ദം അല്ല. എൻ്റെ അടുക്കലേക്ക് വന്ന്, എൻ്റെ പാപഭംഗിലമായ ലോകത്തിലേക്ക് വന്ന് എന്നെ മാറോട് ചേർത്ത് പിടിച്ചവനാണ് എൻ്റെ ദൈവം. ആ ദൈവമാണ് ക്രിസ്തു എന്ന നമ്മുടെ രക്ഷകൻ. ഈ ക്രിസ്തുമസ് കാലം നിസ്വാർത്ഥമായി അളവറ്റ് നമ്മെ സ്നേഹിച്ച ലോക രക്ഷകനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. നിസ്വാർത്ഥ സ്നേഹം നമ്മുടെ പരിസരങ്ങളിലും പങ്കിടുവാൻ നമുക്കും ഈ ക്രിസ്തുമസ് കാലത്തെ ധ്യാനം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ.